അല്ലാതാരാ? അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. തൽക്കാലം അമ്പിയച്ചിട്ട് പോയി വിശ്രമിക്കും. ഇത്രയും യാത്ര ചെയ്തു വന്നല്ലേ, ക്ഷീണം മാറട്ടെ. ഇക്കാര്യത്തിൽ നീ എനിക്ക് വാക്ക് തന്നേ പറ്റൂ. അങ്ങനൊരു വാക്കും ആർക്കും ഇപ്പൊ നൽകാനാവില്ല. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണമെന്നോ നിങ്ങളിലൂടെ ഈ കുടുംബത്തിന്റെ പരമ്പര തുടരണമെന്നുമാണ് സുപ്രിയയുടെ ആഗ്രഹം. അത് ശരിയാ മോനെ. ചിലപ്പോ അവള് പറഞ്ഞു കാണും, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ പരമ്പരക്കണ്ണി അറ്റുപോകുമെന്ന് അവൾക്കറിയാമായിരിക്കും. അംബിക ചിറ്റിയുടെ ആത്മാവിന് സമാധാനം കിട്ടട്ടെ. സത്യം ചെയ്തു താ മോനെ. ആർക്കും ഒരു വാക്ക് തരാൻ ഇപ്പൊ എനിക്ക് പറ്റില്ല. ആദ്യം അമ്പിയച്ചിട്ട് പോയി വിശ്രമിക്കും. നമുക്കിതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം. എന്താ അമ്പിച്ചിട്ടേ? ഞാനേ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. പൽപ്പനാപ്പ, എന്തോ എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. വാ. ഓം നമ ശിവായ. പപ്പനാഭൻ എന്തുവാ ഈ വിളിക്കുന്നത്? അംബിക ചിറ്റ വിത്ത് എന്തൊരു കഷ്ടമായത്. വന്നിപ്പോ പ്രേതങ്ങൾക്ക് പോലും പാൽക്കഞ്ഞി ഉണ്ടാക്കേണ്ട ഗതികേടായി. ഈ പാൽക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കും? തേങ്ങാപ്പാല് വേണോ അതോ പശുമ്പാല് വേണോ? ഒരു പിടിയില്ലല്ലോ. ഇത് പാലില് തിളപ്പിക്കണോ അതോ തിളപ്പിച്ചിട്ട് പാല് ചേർക്കണോ? പൊടിയരി എവിടെയാണോ എന്തോ. അല്ല, പാൽക്കഞ്ഞിക്ക് പൊടിയരിയാണോ കുത്തരിയാണോ വേണ്ടത്? എനിക്ക് വയ്യ, ഒത്തിരി കഷ്ടമാ. അമ്പികച്ചിട്ടയ്ക്ക് അമ്മയുടെ ദേഹത്തെ കയറാൻ കണ്ട നേരം ചുമട്ട് കൊല്ലണം ഈ പ്രേതങ്ങളെല്ലാം. നീ എന്തായി കാണിക്കുന്നേ? സം പാൽക്കഞ്ഞി പ്ലീസ്. ഉണ്ടാക്കി കൊടുക്കഞ്ഞ്. അതിന് നീ ദേഷ്യപ്പെടുന്ന എന്തിനാ? അതിന് എനിക്ക് പാൽക്കഞ്ഞി ഉണ്ടാക്കാൻ അറിയണ്ടേ? അതാണോ പ്രശ്നം? പാൽക്കഞ്ഞി ഞാൻ ഉണ്ടാക്കി തരാം, പോരെ? യൂട്യൂബിൽ നോക്കിട്ട് അതിന്റെ റെസിപ്പി എടുത്താലോ? അതൊന്നും വേണ്ട, നമുക്കുണ്ടാക്കാം. ഈ പ്രേതം അതെങ്ങാനും അമ്മയുടെ ദേഹത്ത് നിന്ന് ഇറങ്ങി പോവോ മായച്ചി? ആർക്കറിയാം. എന്തായാലും പാൽക്കഞ്ഞി ഉണ്ടാക്കി കൊടുത്തു നോക്കാം. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. മസിലൂടെ ഇവിടെ ഒന്നും ആരുമില്ല. മസിലൂടെ അവിടെ ആരുമില്ല. സംഗതി ഏറ്റു. ഇനി പെങ്ങളങ്ങ് ധൈര്യമായിട്ട് പണി തുടങ്ങി. This is a test dose. ഇനിയിപ്പോ കമ്മിങ് സൂൺ ആണ്. എന്തുവാ? ഇപ്പൊ ഇത്രയ്ക്ക് അറിഞ്ഞാ മതി. പാവങ്ങൾ ശരിക്കും അങ്ങ് വിശ്വസിച്ചു പോയി. എന്റെ പെങ്ങളെ എന്തൊരു അഭിനയം ഇത്! ആ കണ്ണുരുട്ടിയുള്ള നോട്ടവും കോച്ചിപ്പിടുത്തവും തമ്പി ആന്റണിയെ പോലെ തന്നെയുണ്ട്. താങ്ക് യു മൈ ബ്രദർ. ആക്ടിംഗ് ഈസ് ബിഹേവിംഗ്. ആർക്കും ഒരു ഡൗട്ട് പഠിക്കാൻ പാടില്ല. പക്ഷേ
ഈ വേഷത്തില് പെങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. ബ്രദറേ. അതെ, ആ. അമ്പിയച്ചിട്ടേക്ക് ഇംഗ്ലീഷും ഹിന്ദിയൊന്നും അറിയില്ല. അതോർമ്മ വേണം. ഞാനതങ്ങ് മറന്നു. അപ്പോഴേ ഇടയ്ക്കൊന്ന് ഡേഞ്ചർ ആയേനെ. പിന്നെ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. അതെന്താ ഇത്ര വെപ്രാളം? അതല്ല, അവളെ വീട്ടിലെ ഒറ്റയ്ക്കേ ഉള്ളൂ. നാത്തുനാരും പിടിച്ചോണ്ട് പോത്തൊന്നുമില്ല. ആഹാരം എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ മതി. നടക്ക്. വാടാ പരപ്പരാപ്പാ. പത്മനാഭനോ? നടക്കാങ്ങളെ. ഓ മേ നാരായണ, ദേവി നാരായണ, അമ്മേ നാരായണ. ഉണ്ണി, അമ്പിയ ചിറ്റയ്ക്ക് സന്തോഷായി. നിങ്ങളിൽ കൂടി വേണം അമരാവതിയുടെ പരമ്പര നിലനിൽക്കാൻ. നിങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞ് ഈ അമരാവതിയുടെ ഭാഗ്യമായിരിക്കും. വന്നു കയറുന്ന പെൺകുട്ടിയുടെ മനസ്സാണ് ഒരു വീടിന്റെ ഐശ്വര്യവും സമാധാനവും. ഞാൻ നിന്നെ കുറ്റം പറയും. നീയാണിത് ശ്രദ്ധിക്കേണ്ടത്. അമ്മയല്ല, അംബിക ചിറ്റ. നിനക്കെന്താ ഒരു സംശയം? സംശയിക്കാതെ പറ്റില്ലല്ലോ. മരിച്ചു പോയവരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയ പിന്നെ ഞാനെന്ത് ചെയ്യും? അല്ല, അമ്പിയച്ചിക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇതുവരെ ഇവനെ മാറ്റിയെടുക്കാൻ നിനക്ക് കഴിഞ്ഞില്ല? എങ്ങനെ കഴിയും? അംബിക ചിറ്റ തന്നെ പറയൂ. ഏത് സമയവും മരിച്ചുപോയ സുപ്രിയ ഓർത്താ ജീവിക്കുന്നത്. പിന്നെ എന്നെ മുറി കിടത്തുന്നത് പോലും വലിയ ബുദ്ധിമുട്ടിട്ടാ. ശരിയാണോ ഉണ്ണിയെ ഞാൻ കേക്കണമൊക്കെ?